പ്രകാശം കയ്യിലില്ലാതെ അത് പകർന്നു കൊടുക്കാനുള്ള വിദ്യ നമ്മൾക്ക് ആർക്കും അറിയത്തില്ല എന്നതുപോലെ നമ്മളിൽ സന്തോഷം, പോസിറ്റീവ് എനർജി ഇല്ലെങ്കിൽ അത് നമ്മുടെ ചുറ്റുമുള്ളവരിലോട്ടും നമ്മൾ ഇടപെടുന്നവരിലേക്കും പകർന്നു കൊടുക്കാനും വളരെ പ്രയാസമാണ്. വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ മീ ടൈം, മൈ ഓൺ ടൈം ഈ വിഷയത്തിൽ എന്നെ സഹായിക്കുന്നത് ഡോക്ടർ അൽഫോൻസയാണ്. ഡോക്ടർ അൽഫോൻസയ്ക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ്, എൻ്റെ പേര് അൽഫോൺസ. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇൻസ്പിറേഷൻ കിട്ടിയത് എൻ്റെ കസിൻസിൽ നിന്നാണ്. അതുകൊണ്ട് താങ്ക് യു മൈ കസിൻസ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു. ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് മെയിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. അതായത് വീട്ടിലോ ജോലിയിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് വിശ്രമമില്ലാതെ പണിയെടുത്ത് എൻ്റെ ദൈവമേ എനിക്കൊരു റെസ്റ്റ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് റെസ്റ്റ് കിട്ടുകയില്ല, ബിക്കോസ് നമ്മുടെ വർക്ക് വളരെ വളരെ ഹെവിയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു പേരൻറ്റ് വീട്ടിലാണെങ്കിൽ ചൈൽഡ് കെയർ ഉണ്ട്, സ്കൂളിംഗ്, ഹെൽപ്പ് ദം വിത്ത് ദ ഹോംവർക്ക്, കുക്കിംഗ്, ലോണ്ട്രി, ഷോപ്പിംഗ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. അതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും അതുപോലെയുള്ള ഹാർഡ് വർക്ക് ഉണ്ടാകും. അതിനു പുറമെ ജോലിയും വീട്ടുജോലിയും ഒക്കെ കൂടെ ഒരുമിച്ചാകുമ്പോൾ ദാറ്റ് ഈസ് ഈവൻ വേഴ്സ് അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ മനസ്സിന് വളരെ വളരെ വിഷമം ഉണ്ടാകും. നല്ലൊരു ശതമാനം സ്ത്രീകളും മിഡിൽ ഏജ് ആയി കഴിയുമ്പോൾ, എസ്പെഷ്യലി ഇന്ത്യൻ വുമൺ ഇൻ അമേരിക്ക, കൊച്ചുമക്കളെ നോക്കിയും പ്രാർത്ഥനയും ആയി കഴിഞ്ഞുകൂടുന്നു. ഇത് രണ്ടും നല്ലതുമാണ്. എന്നാൽ അതുമാത്രമാണോ നിങ്ങളുടെ ജീവിതം? നല്ലൊരു സുഹൃത്ത് വലയമില്ലാതെ, സ്വന്തമായി സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയമില്ലാതെ, സംസാരിക്കാൻ വീട്ടിലുള്ളവർക്ക് നേരമില്ലാത്ത അവസ്ഥയിലാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ കാരാഗ്രഹത്തിലാണ്. ഈ കണ്ടീഷനിൽ നമുക്ക് ആങ്സൈറ്റി, സ്ട്രെസ്, ബോഡി ഏക്ക്, ഹെഡേക്ക്, മനസ്സിനകത്തൊരു വല്ലാത്തൊരു വിഷമം, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എൻജോയ് ചെയ്യുന്നവരോടും ഒരു പിണക്കം, അങ്ങനെയൊക്കെ തോന്നാനുള്ള ചാൻസ് വളരെ ഉണ്ട്. അത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. സോ നമുക്ക് പോസിറ്റീവായിട്ട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം, നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മുടെ മനസ്സിൽ വിചാരിക്കണം നമ്മൾ എന്താണ് നമുക്ക് വേണ്ടി തന്നെ ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അതിനു വേണ്ടിയുള്ള സൊല്യൂഷനാണ് നമ്മൾ ഇത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടി മാത്രം ഒരു സമയം കണ്ടുപിടിക്കുക. അതായത് എനിക്ക് റെസ്റ്റ് വേണം, എനിക്ക് കൂടിയേ തീരൂ, റെസ്റ്റ് ഇല്ലാതെ ഞാൻ പണിയെടുത്തു ഇത്രയും നാളും, അതുകൊണ്ട് ലെറ്റ് മീ ടേക്ക് സം റെസ്റ്റ് അല്ലേ. ബി പോസിറ്റീവ് ആൻഡ് ബി കോൺഫിഡൻറ്റ്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം ഉണ്ടാകും. നമ്മൾ കലണ്ടറിൽ എഴുതിയിടണം. ഒന്നുകിൽ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ആക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കണം. അതെല്ലാം തീരുമാനമെല്ലാം എടുത്തു കഴിഞ്ഞ് കലണ്ടറിൽ ഇട്ട് കഴിയുമ്പം നമ്മൾ നമ്മുടെ ഫാമിലിയോട് പറയണം, അല്ലെ നമ്മുടെ അസോസിയേറ്റ്സ് ആരാണാവോ നമ്മളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ഇൻഫോം ചെയ്യണം. അതുകൊണ്ട് സോ ദാറ്റ് ദേ വിൽ ബി ഇൻ ദ സെയിം പേജ് ആസ് വി ആർ, എവരിബഡി വിൽ നോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ടോക്ക് ടു മൈ സെൽഫ്. എൻ്റെ ഹൃദയം വിചാരം എനിക്ക് മാത്രമാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് my heart, I talk to my heart. I'm so happy that I made this decision and that I'm able to take care of myself and my own problems. അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ആ ഫ്രീ ടൈം, വാട്ടെവർ ഫ്രീ ടൈം നമുക്ക് കിട്ടുന്നത് നമ്മുടെ റൈറ്റ് ആണ്. ഇതൊരു സെൽഫിഷ് അല്ല, ഇത് നമ്മുടെ റൈറ്റ് ആണ്. ഒരാൾക്ക് റെസ്റ്റ് കിട്ടാന്നുള്ള എല്ലാവരുടെയും അവകാശമാണ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് ആൻഡ് ഡു നോട്ട് ബി ഫീലിംഗ് ഗിൽറ്റി അബൌട്ട് ഇറ്റ്.
അത് സെൽഫിഷ്നെസ്. നമ്മുടെ ലീഷർ ടൈമിൽ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രത്ത്. ഐ എം ഫ്രീ, ഐ എം സോ ഹാപ്പി. ഗോ ഫോർ എ വാക്ക്, എൻജോയ് ഫ്രഷ് എയർ, എൻജോയ് ദ ബ്ലൂ സ്കൈ, ദ ബ്രീസ്, ദ റെയിൻ, സ്മെൽ ദ ഫ്ലവേഴ്സ്. വെളിയിൽ പോകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പോകാം, അല്ലെങ്കിൽ തന്നെ പോകാം. കൂട്ടുകാരുടെ കൂടെ പോവുകയാണെങ്കിൽ ഹാവ് ഫൺ, ഗോ ഫോർ എ കോഫി, ലഞ്ച് കഴിക്കാം, അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോകാം. സെൽഫ് കെയർ ചെയ്യാം, മസാജ് പാർലറിൽ പോകാം. അതുപോലെ തന്നെ ഇനി നമുക്കൊന്നും ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ചുമ്മാ മുറിയിലിരിക്കാം. കാലൊക്കെ ഒന്ന് 2 കാലുമൊക്കെ കയറ്റി വെച്ചൊന്ന് ഇരിക്കാം. എന്ത് സുഖം അല്ലേ? അതൊക്കെ നമുക്ക് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് സ്ലീപ്പ് സ്ലീപ്പ് സ്ലീപ്പ്. നമ്മുടെ ഇഷ്ടം പോലെ ഉറങ്ങുക. ആരെയും മുറിയിലേക്ക് കയറ്റരുത്. കാരണം ഇത് നമ്മുടെ ഫ്രീ ടൈമാണ്. ദിസ് ഇസ് മൈ ടൈം, മൈ ഓൺ ടൈം, റൈറ്റ്? സോ ആരെയും മുറിയിലേക്ക് കയറ്റണ്ട. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇനിയും കൂട്ടുകാരുടെ വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അതർവൈസ് വി ക്യാൻ ബി ടോട്ടലി ഓഫ് ഫ്രം ദ സോഷ്യൽ മീഡിയ, അല്ലേ? ഇതുപോലെ പല പല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഈ കുറച്ച് എക്സാമ്പിൾസ് തന്നേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ്, റിലാക്സേഷൻ ഒക്കെ കിട്ടി കഴിയുമ്പോൾ എന്ത് സന്തോഷം, എന്തൊരു സുഖം, അല്ലേ? അപ്പം നമുക്ക് നല്ല ഫീലിംഗ് ആണ്. നമ്മുടെ ഇന്റേണൽ ബാറ്ററി, ബ്രെയിൻ ബാറ്ററി റീചാർജ് ചെയ്യും. ചെറുപ്പത്തിൽ ഒരുപക്ഷെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നവരായിരിക്കും നിങ്ങൾ. എന്നാൽ ഈ പ്രായത്തിൽ ചുമ്മാ വെറുതെ പുറത്തു പോകാൻ, ചുമ്മാ പാർക്കിൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് 2-3 ഫ്രണ്ട്സ് വേണം. ചുമ്മാ ഫ്രണ്ട്സ് അല്ല, നമ്മുടെ ചിന്താഗതിയുമായി ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന, ഏകദേശം ഒരേ ചിന്താഗതിയുള്ള 1-2 പേരെ നല്ല ഫ്രണ്ട്സായി നമ്മളുടെ കൂടെ കൂട്ടണം. അവരുമായി ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും പുറത്തു പോകണം, പാർക്കിൽ പോകണം. അവരെ നമ്മുടെ വീട്ടിലോട്ടൊന്ന് വിളിക്കണം, അവരുടെ വീട്ടിലൊന്ന് പോകണം, അവരെ ഒന്ന് കേൾക്കണം, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണം. ഇതൊക്കെ നമ്മൾക്ക് എന്തുമാത്രം ഗുണം ചെയ്യുമെന്ന് പറയുമോ? ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് പ്രയോജനകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അജിസ് ക്രിയേഷൻസ്. താങ്ക് യു അൽഫൻസ ഫോർ സപ്പോർട്ടിങ് us. You're welcome.